ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുപ്രഭാതം പത്രത്തിന്റെ മറ്റൊരു ഭാഗം അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ ചാർജ് വഹിക്കുന്ന നവാസ് പൂനൂർ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം. ഒരുപാട് പ്രഭാതങ്ങളും പ്രദോഷങ്ങളും കണ്ടു വളർന്ന മലയാളി ഒരു സുപ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ മുസ്ലിം മാസ്റ്റർ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇനി ഞാനൊന്നും പറയാനില്ല. നാസർ ഫൈസി എന്നോട് കാണിച്ച ഔദാര്യം, ഇതിന്റെ ഡയറക്ടർ കാണിച്ച ഔദാര്യം നിങ്ങളുമായി ഒന്ന് പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ്. കേവലം 37 വർഷത്തെ പത്രപ്രവർത്തന പരിചയം മാത്രമുള്ള എനിക്ക് സമസ്തയുടെ നേതാക്കന്മാർ ഇതിന്റെ സാരഥ്യം, ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന പദവി തന്നിരിക്കുകയാണ്. പക്ഷെ ആ പദവി ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ഏൽപ്പിച്ചത് മുതൽ സത്യത്തിൽ നല്ല ബേജാറിലാണ്. ഇത് വിജയിപ്പിക്കണമെങ്കിൽ എന്റെ പരിചയം മാത്രം പോരാ, നിങ്ങളുടെ പ്രാർത്ഥന വേണം, മനസ്സ് നിറഞ്ഞ നിങ്ങളുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, ഇവിടെ മുസ്തഫ സൂചിപ്പിച്ചതുപോലെ ഇത് കേരളത്തിലെ 3ാമത്തെ പത്രമാവുക തന്നെ ചെയ്യും. അള്ളാഹു കബൂലാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. എന്നിട്ട് പോലും നമുക്ക് പറയാനുള്ളത് അടുത്ത വീട്ടിലെ ആളുടെ നാവിലൂടെ പറയണം എന്ന് പറയുന്നത് ഖേദകരമാണ്. നമുക്ക് പറയാനുള്ളത് വിളിച്ചു പറയാൻ നമുക്ക് സ്വന്തമായി ശക്തിയുള്ള നാവ് വേണം. അതിനാണ് സുപ്രഭാതം. പത്രങ്ങൾ ഒരുപാട് ഇന്നുണ്ട്, നമ്മുടെ വാർത്തകൾ പലതും വരുന്നുമുണ്ട്. പക്ഷെ അത് നമ്മുടെ ശക്തി തള്ളിക്കളയാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ്. ഈ അബദ്ധങ്ങൾ, പത്രങ്ങളിൽ അബദ്ധങ്ങൾ ധാരാളം വരാറുണ്ട് എല്ലാ കാലത്തും. പണ്ട് ഞാൻ ഓർത്തുപോയത്, മഹാനായ ബാഫക്കിത്തങ്ങൾ മക്കത്ത് വെച്ച് മരണപ്പെട്ടപ്പോ അടുത്ത ദിവസത്തെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പത്രത്തിൽ ബാഫക്കിത്തങ്ങളുടെ മയ്യത്ത് നമസ്കാരത്തിന്റെ ഒരു ചിത്രം വന്നു. നിങ്ങൾ എത്ര പേർ അത് ഓർക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഇന്നത്തെ വിവര സാങ്കേതിക വിദ്യ ഇത്രമാത്രം വളർന്നിട്ടില്ലാത്തൊരു കാലമായിരുന്നു അത്. അന്ന് ബാഫക്കിത്തങ്ങളുടെ മയ്യത്ത് നമസ്കാരത്തിന്റെ ചിത്രം കേരളത്തിലെ പ്രമുഖമായ പത്രത്തിൽ വന്നത് ആളുകൾ സുജൂദ് ചെയ്യുന്ന ചിത്രമായിരുന്നു. മയ്യത്ത് നമസ്കാരത്തിൽ സുജൂദിലുള്ള ചിത്രമായിരുന്നു വന്നത്. 2 മാസം മുമ്പ് കേരളത്തിലെ മറ്റൊരു പത്രത്തിൽ വന്നത് ഷംസുൽ ഉലമ PK അബൂബക്കർ സാഹിബ് ഉദ്ഘാടനം ചെയ്തു എന്ന്. ഒരു ക്ലബിന്റെ മീറ്റിംഗ്, വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഷംസുൽ ഉലമ PK അബൂബക്കർ സാഹിബ്. അപ്പൊ എന്താണ് ഇത് എന്നറിയാത്ത, ഷംസുൽ ഉലമ എന്താണ്, ഷംസുൽ ഉലമ ആരാണ് എന്നറിയാത്ത മാധ്യമങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് സ്വന്തമായി നമുക്ക് ശക്തിയുണ്ട്, നമുക്ക് ശക്തി തെളിയിക്കാൻ കഴിയണം. ഈ പത്രത്തിൽ സാങ്കേതികമായ സൗകര്യങ്ങളൊക്കെ പറഞ്ഞു. കേരളത്തിലെ പ്രമുഖമായ പരിചയസമ്പന്നരായ ഒരുപാട് പത്രാധിപന്മാരെ ഇതിനു വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. കേരളത്തിലെ സാങ്കേതിക ജ്ഞാനമുള്ള ഒരുപാട് ആളുകളെ, അനുഭവജ്ഞാനമുള്ള ആളുകളെ, പരിചയസമ്പന്നരെ കൊണ്ടുവരുന്നുണ്ട്. ബഹുമാനപ്പെട്ട കൊട്ടുമല ഉസ്താദ്, ഇതിന്റെ ചെയർമാൻ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു കാരണവശാലും മെറിറ്റിൽ കോംപ്രമൈസ് വേണ്ട, യോഗ്യതയിൽ ഒരു കോംപ്രമൈസും വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള, ബോർഡ് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ഇത് സമസ്തയുടെ പത്രമാണ്. സമസ്തയുടെ ഉടമസ്ഥതയിൽ മലയാളിക്ക് വായിക്കാൻ സമ്പൂർണമായ ഒരു ദിനപത്രം. കേരളത്തിൽ, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പത്രം പുറത്തിറങ്ങുന്നത് കേരളത്തിലാണ്. എന്തുകൊണ്ട്? മലയാളി വായന എന്ന് പറയുന്നത് മലയാളിയുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മൾ പത്രം വായിക്കുന്നത് വാർത്ത അറിയാനാണ് എന്ന് വിശ്വാസം എനിക്കില്ല. കാരണം രാത്രി 10 മണിക്കോ 11 മണിക്കോ 12 മണിക്കോ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ടിവിയുടെ സ്ക്രോളിംഗ് കണ്ടുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. 4-5 മണിക്കൂറിൽ അത്ഭുതമൊന്നും സംഭവിക്കാനില്ല. എന്നിട്ടും നമ്മൾ രാവിലെ കട്ടൻ ചായക്ക്, സുബഹി നമസ്കരിച്ചു വന്നാൽ കട്ടൻ ചായക്ക് മുമ്പ് പത്രം കിട്ടണം എന്നത് നമ്മുടെ ഒരു രീതിയാണ്. അപ്പൊ പത്രങ്ങളിൽ വാർത്തകളല്ല, വീക്ഷണങ്ങളാണ് വരുന്നത്. അപ്പൊ നമ്മുടെ വീക്ഷണം അവതരിപ്പിക്കാൻ നമുക്കൊരു മുഖപത്രം വേണം. ആ മുഖപത്രം കേരളത്തിലെ മുഴുവൻ മലയാളികൾക്കും, സുന്നികൾക്കല്ല, മുസ്ലിങ്ങൾക്കല്ല, കേരളത്തിലെ മുഴുവൻ, ലോകത്തെ മുഴുവൻ മലയാളികൾക്കും വായിക്കാൻ കഴിയുന്ന ഒരു പത്രമാകണം. കാരണം ഇന്ന് പത്രം വാങ്ങുന്ന ആളുകളിൽ 93% ആളുകൾ ഒരു പത്രമേ വില കൊടുത്ത് വാങ്ങുന്നുള്ളൂ. 93% ആളുകളും ഒരു പത്രമാണ് വില കൊടുത്ത് വാങ്ങുന്നത്. 7% ആളുകളാണ് ഒന്നിൽ കൂടുതൽ പത്രത്തിന് വില കൊടുക്കുന്നത്. അതുകൊണ്ട് സുപ്രഭാതം വാങ്ങുന്ന ഒരു മലയാളിക്ക് ലോകത്തെ സർവമാന കാര്യങ്ങളും അറിയാൻ മറ്റൊരു പത്രത്തെ ആശ്രയിക്കേണ്ടി വരരുത്. അപ്പൊ ആ പത്രം അത് നിങ്ങളുടെ ഉടമസ്ഥതയിലാണ്.
ഇവിടെ പറഞ്ഞ സംഘടന പറഞ്ഞ എല്ലാ പ്രചാരണങ്ങളും നടന്നോട്ടെ. എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട്, ഈ ഉച്ചഭാഷയുടെ ശബ്ദം കേൾക്കുന്നവരോട് പറയാനുള്ളത്, ഇതിന്റെ പ്രചാരണം നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾ ഒരാൾക്ക് 4 or 5 ആളുകളെ ചേർക്കാനുള്ള സ്വാധീനമുണ്ട്. നിങ്ങളുടെ അയൽപക്കക്കാരെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ബന്ധുക്കളെ ഒക്കെ ചേർക്കാം. അങ്ങനെ ചേർത്തുകൊണ്ട് ഇതൊരു വലിയ സംഭവമാക്കി മാറ്റി കേരളത്തിൽ ഏറ്റവും പ്രചാരമുള്ള ഒരു പത്രമാക്കി മാറ്റിത്തരണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അവസാനമായി ഒരു വാക്കുകൂടി ഞാൻ ഒരിക്കലൂടെ പറയട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ വിനീതനായ എന്നെ കൂടി ഉൾപ്പെടുത്തുക. ഇതിന്റെ സാരഥ്യം ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം എന്റെ കഴിവുകൊണ്ടല്ല ഇത് നടക്കേണ്ടത്, എന്റെ മിടുക്ക് കൊണ്ടല്ല ഇത് നടക്കേണ്ടത്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ്. അതുകൊണ്ട് ഒരു പത്രം, ഒഴുകിപ്പോകുന്ന ഒരു പത്രത്തിൽ ഏത് ജോലിയും ആർക്കും ചെയ്യാം. പക്ഷേ ഒരു പത്രം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ശ്രമകരമാണ്. ഒരുപാട് സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചിന്തിക്കാനും അതൊക്കെ പ്രവർത്തിക്കാനുമുള്ള കഴിവ് ഞാനും മുസ്തഫ മാഷും കുറെ ദിവസമായി, കുറെ മാസങ്ങളായി ഇതിന്റെ പിന്നിലാണ്. രാപ്പകലില്ലാതെ ഇതിന്റെ പിന്നിലാണ്. ഒരു വലിയ ടീം ഇതിന്റെ കൂടെയുണ്ട്. അവരൊക്കെ കഴിവിന്റെ പരമാവധി സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിലും സുപ്രഭാതത്തെയും ഇതിന്റെ സാരഥികളായി ഞങ്ങളെയും ഉൾപ്പെടുത്തണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് സർവശക്തനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ആഗ്രഹം കബൂലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രദ്ധിക്കുക, മഹല്ല് തലങ്ങൾ കൊണ്ട്